സോ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഞാൻ ഹാബിൽ. എപ്പിസോഡ് നമ്പർ 25. സിൽവർ ജൂബിലി എത്തി നമ്മൾ. അല്ല, സിൽവർ ജൂബിലി അല്ല, 25 എന്നുള്ളത് പൊതുവെ അങ്ങനെയാണല്ലോ എല്ലാവരും പറയാറുള്ളത്. 25ാമത്തെ ആനിവേഴ്സറി ഒക്കെ. അപ്പോൾ ഞാൻ ആ ഒരു ഇതിലാണ് സിൽവർ ജൂബിലി എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കോമൻറ്റ് കണ്ട്, അടുത്ത വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കോമൻറ്റ് സെക്ഷനിലെ കോഡ്സ് എടുത്തിട്ടാവട്ടെ എന്നുള്ള നോട്ടിഫിക്കേഷൻ കാണുന്നത്. പേര് ഞാൻ മറന്നു, ഞാൻ ഓർത്ത് വെച്ചു, മറന്നുപോയി. അപ്പോൾ സത്യം പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നതിന് ഇരിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് കുറേ ഉണ്ട്, കോമൻസ് കുറേ ഉണ്ട്. അപ്പോൾ ഇത് സോർട്ട് ചെയ്യണം ആദ്യം. ലൈക്ക് ഓരോ വീഡിയോന്ന് കോമൻറ്റ് എടുത്തിട്ട് ഓരോരുത്തരുടെ പേര് എന്തൊക്കെ വെച്ചിട്ട് നമ്മൾ അത് നോട്ട് ചെയ്യണം. അപ്പോൾ അത് കുറച്ച് തോനെ പണിയാണ്. ഇന്നാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ല, ഞാൻ ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. നമുക്ക് എന്താ പറയുക, വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്താൻ നല്ല ലേറ്റായി. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിമേലേക്ക് ഇരിക്കുന്നത്. ഈ കോഡ്സും ഇത് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യണമെന്നുള്ള രൂപത്തിൽ ഇതിമേക്ക് ഇരുന്നത്. അപ്പോൾ ഇന്നും എനിക്ക് എന്തായാലും കോമൻറ്റ് സെക്ഷനിൽ ആ കോമൻറ്റ് കംപ്ലീറ്റ് എടുത്ത് സോർട്ട് ചെയ്ത് ലിസ്റ്റ് ഉണ്ടാക്കി പേരൊക്കെ സെറ്റാക്കിയിട്ട് ഇന്ന് എന്തായാലും നടക്കില്ല. വെരി സോറി. അതുകൊണ്ട് മാത്രമല്ല, എന്നുണ്ടെങ്കിൽ ഞാൻ ആ കോമൻറ്റ് കണ്ടപ്പോൾ തന്നെ വിചാരിച്ചു ഇൻഷാല്ലാ അടുത്ത് എന്തായാലും അങ്ങനെ ചെയ്യാമെന്ന്. പക്ഷെ ഇന്നൊരു നിലക്കും അതിന് കഴിയൂല. ഞാൻ അത്രയും ഞാൻ എക്സ്പെക്റ്റ് ചെയ്താൽ പോലും എന്നെ കൊണ്ട് ഇന്ന് ഫിസിക്കലി എന്നെ കൊണ്ട് ഇത് പോസിബിൾ അല്ല. കാരണം അതിൽ ഇരിക്കണം, അത് നോക്കണം, അത് വായിക്കണം, അത് എഴുതണം, ഇത് കുറേ പണികളുണ്ട്. പക്ഷെ ഇൻഷാല്ലാ ഞാൻ വീണ്ടും പറയുന്നത്, നമ്മൾ എത്രയും പെട്ടെന്ന് കോമൻസിൽ കോഡ്സ് വെച്ചിട്ട് ഞാൻ ചെയ്തിരിക്കും. മാർക്ക് മൈ വേർഡ്സ്. ഇത് എൻ്റെ വേർഡാണ്, ഞാൻ തരുന്ന വാക്കാണ്, പ്രോമിസ് ചെയ്തിരിക്കും. അപ്പോൾ നമുക്ക് എപ്പിസോഡ് 25 നമുക്കിപ്പോൾ വായിക്കാം. കോമൻറ്റ് സെക്ഷനത്തത് എന്താ പറയുക, വീഡിയോ ചെയ്യാത്തതിൻ്റെ പേരിൽ ആരും വീഡിയോ കാണാതിരിക്കരുത്. ഞാൻ എന്തായാലും ചെയ്യും. ഞാൻ എല്ലാം വായിക്കുന്നുണ്ട്, എല്ലാം ഞാൻ കാണുന്നുണ്ട്, എല്ലാം ഞാൻ മുകളിൽ നിന്ന് കാണുന്നുണ്ട് മക്കളെ, നിങ്ങൾ എഴുതുന്നതൊക്കെ. അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും അത് വെച്ച് ചെയ്യും. ഞാൻ പറയട്ടെ, ചില ആളുകൾ എഴുതുന്ന കോട്ടുണ്ടല്ലോ കോമൻസിൽ, അത് എനിക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളൊക്കെ കോമൻറ്റ് സെക്ഷനിൽ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ സ്പെഷ്യലി നോട്ട് ചെയ്യണം. അതാ പറഞ്ഞത്, കുറച്ച് പണിയുണ്ട്. അതിങ്ങനെ വെറുതെ ഒരു എടുത്ത് ചാടി ഞാൻ വേറെ കാര്യം എന്ന് വെച്ചാൽ, അതിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഇന്ന് ചെയ്യാം. അതായത് ഇതിൽ നോക്കിയിട്ട് ഓരോ വീഡിയോൻ്റെ താഴെ കോമൻറ്റ് വായിച്ചാൽ മതി. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ വിഷയം എന്താ അറിയോ, അത് ഒരു വീഡിയോൻ്റെ കോമൻറ്റ് കംപ്ലീറ്റ് വായിച്ച് കഴിയുമ്പോൾ തന്നെ അത് ഒരു ഫുൾ ലെങ്ത് വീഡിയോ ആവും. അതിൽ തന്നെ ചിലപ്പം ഒരാൾ 4ഉം 5ഉം കോട്ട് ചെയ്തിട്ടുണ്ടാകാം. അപ്പം അവിടെ സംഭവിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറൊരാളുടെ ഒരു കോട്ടേ ചിലപ്പോൾ അവിടെ വരുള്ളൂ. അപ്പോൾ അതൊരു എടുത്ത് ചാടി ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ നമുക്ക് സോർട്ട് ചെയ്ത്, കാരണം അത്രയും കോമൻസ് ഉണ്ട്. അപ്പോൾ ഇതിന് അത്രയും കോഡ്സും റൈറ്റിങ്സും ഉണ്ട്. അപ്പോൾ ഇതിന് കംപ്ലീറ്റ് നമ്മളിങ്ങനെ ലിസ്റ്റ് ചെയ്ത് വരുമ്പോൾ അതൊരു വൃത്തിയിലാക്കിയിട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓരോ വീഡിയോൻ്റെ കോമൻസ് അതേപോലെ വായിച്ചാൽ മതിയെങ്കിൽ ഞാൻ ഓക്കെ, അടുത്ത വീഡിയോ മുതൽ അങ്ങനെ ചെയ്യാം. നിങ്ങൾ പറയും ഞാൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന്. ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ലൈക്ക് കംപ്ലീറ്റ് എന്താ പറയുക, ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവരുടെ പേരുകളും അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കോമൻറ്റ് വന്ന് പിന്നെ അടുത്ത ആളതൊരു കോമൻറ്റ്, അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനിയിപ്പോൾ ലൈക്ക് ഒറ്റയടിക്ക് ഒരു വീഡിയോൻ്റെ താഴെയുള്ളത് വായിച്ചാൽ മതി എന്നെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ ചോദിച്ചു എന്നുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് വേണ്ടിയത് നിങ്ങൾ കോമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 25ാമത്തെ എപ്പിസോഡിൽ ഫസ്റ്റ് കോട്ടായിരുന്നറിയോ, ബ്ലൂമിങ് ബ്യൂട്ടി എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താൽ, മാധവിക്കുട്ടി പറഞ്ഞ പോലെ സ്നേഹം അത് പ്രകടമായി തന്നെ കിട്ടണം. മരിച്ച ശേഷം കല്ലറയിൽ പൂ കൊണ്ടുവച്ചിട്ട് എന്തു കാര്യം? വല്ലാത്തൊരു ചോദ്യമാണടാ. ഞാൻ തന്നെ പറയലുണ്ട്, എടാ നമുക്കൊരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ, ഇഷ്ടം എന്നുള്ള വേർഡ് ഞാൻ ഇപ്പോൾ ഓക്കെ യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഇഷ്ടം എന്ന് പറയുമ്പോൾ ചില ആളുകൾ ഒറ്റയടിക്ക് റിലേഷൻഷിപ്പിലേക്ക് പോകും. അങ്ങനത്തെ വേർഡ് ഞാൻ ചെയ്തില്ല. സ്നേഹം, നമ്മളൊരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സത്യസന്ധമായിട്ട്, നമ്മൾ അത്രയും ആത്മാർത്ഥമായിട്ട് ഒരു സ്നേഹമാണെന്നില്ല, അത് നമ്മൾ പ്രകടിപ്പിക്കണം, നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. അല്ലാണ്ട് ഞാൻ കുറേ ആളുകളായിട്ട് ഇത് സംസാരിച്ച സമയത്ത് അവർ പറയും എനിക്ക് ഉള്ളിൽ ഇഷ്ടമുണ്ട്. ഞാൻ ചോദിക്കും, എന്തിനാണ് ഈ ഉള്ളിൽ കൊണ്ട് നടന്നിട്ട് കാര്യം? ഈ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന കാര്യം ഈ ആരാണോ ആ ആള് പോലും അറിയുന്നില്ല. പിന്നെ അതിനെക്കുറിച്ചുള്ള ഉപയോഗം എന്താ? എടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമുക്കൊരാളോട് ഭയങ്കര സ്നേഹമുണ്ട്, ഭയങ്കര ഒരു ലൈക്ക് അറ്റാച്ച്മെന്റ് ഉണ്ട്, പക്ഷെ ആ ആളിത് അറിയുന്നേ ഇല്ല. അതിനോട് എന്ത് കാര്യമുള്ളത്? നിങ്ങൾ തന്നെ പറയും, അതിനോട് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ഈ സിനിമ ആണ് ഇങ്ങനത്തെ തോട്ട്സ് ഒക്കെ ആളുകളിലേക്ക് ഇൻജെക്ട് ചെയ്യുന്നത്. അതായത് പറയാതെ, എന്താ പറയുക, തുറന്ന് പറയാതെ ഉള്ളിൽ കൊണ്ടുവച്ച് നടക്കുന്ന സ്നേഹം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഫിലോസഫി ഒക്കെ ചേർത്ത് ഭയങ്കര അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കുറേ വേർഡ്സ് കൊണ്ട് ഇങ്ങനെ പറയുന്നതൊക്കെ സിനിമയിൽ വർക്കൗട്ട് ആവും. എടാ റിയൽ ലൈഫിൽ അതൊന്നും നല്ലതല്ല.
നമുക്ക് സ്നേഹം ഉണ്ടെങ്കിൽ, സത്യസന്ധമായ അവകാശമുള്ള ആത്മാർത്ഥമായ സ്നേഹമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. കാരണം അപ്പുറത്ത് നിൽക്കുന്ന ആൾ നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഒരു സിനിമ 2.5 മണിക്കൂർ കൊണ്ട് തീരും. അതിനൊരു സ്റ്റാർട്ടിംഗ് ഉണ്ട്, അതിനൊരു മറ്റേ എന്താ പറയുക മിഡ് പോർഷൻ വരുന്നുണ്ട്, അതിനൊരു ക്ലൈമാക്സ് വരെ വരുന്നുണ്ട്. ആ ക്ലൈമാക്സിൽ അവരറിയും, അങ്ങനെയൊക്കെ ചെയ്യും. ലൈഫിൽ അങ്ങനെ എന്താ പറയുക ഒരു മിഡ്, ഒരു സീൻ, ആക്ഷൻ, റൊമാൻസ് അങ്ങനത്തെ ഒന്നും ടൈമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമുക്ക് ഒരാളോട് സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ അത് എക്സ്പ്രസ് ചെയ്യുക, അല്ലാണ്ട് ഉള്ളിൽ കൊണ്ടുവച്ച് കിടന്ന് വലിയ സിനിമ സ്റ്റൈലിൽ കളിയൊന്നും കളിക്കാൻ നിൽക്കരുത് ആരും. അത് എനിക്കും അത് തന്നെ പറയാൻ കേട്ടോ. കാരണം എടാ നിങ്ങളെ അവസ്ഥ നയിച്ചൊക്കെ ഒരാൾക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, അത് അയാൾ നിങ്ങളോട് തുറന്ന് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഒരു സന്തോഷം ഉണ്ടാവും അല്ലേ? ഒരാൾ നമ്മളെ വാല്യൂ ചെയ്യുന്ന ഒരാൾക്ക് നമ്മളോട് സ്നേഹം ഉണ്ടെന്നൊക്കെ അറിയുമ്പോൾ. അതേപോലെ നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾ, അതിപ്പോൾ പാരൻസ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ ഈവൻ മക്കളടക്കം സ്നേഹം ഉള്ള ആളുകളോട് തുറന്ന് കാണിക്കണം. ഞാൻ തന്നെ കുറേ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ചില പാരൻസിൽ കൂടുതൽ ആളുകളും ഉപ്പമാരെ പറ്റിയിട്ടാണ് പറയുക, ഇപ്പോൾ ഭയങ്കര റഫാണ്, കാണിക്കില്ല. അവരുടെ ഉള്ളിലൊക്കെ സ്നേഹം ഉണ്ടാവും. പക്ഷെ എനിക്ക് ഓരോടൊക്കെ പറയാനുള്ളത്, നിങ്ങളിങ്ങനെ ഉള്ളിൽ കൊണ്ടുവച്ചിടുന്നൊരു ഒരു കാര്യമില്ല. അത് ആ മക്കൾ അറിയണം. എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞ് നിങ്ങൾ ഒളിപ്പിച്ചു വെച്ച് കഴിഞ്ഞാലും മക്കളോടുള്ള സ്നേഹം അല്ലെങ്കിൽ ആരോടുള്ള സ്നേഹം ആയിക്കോട്ടെ, ഇപ്പൊ മക്കൾക്ക് പാരൻസിനോടുള്ള സ്നേഹം ആയിക്കോട്ടെ, അത് തുറന്ന് കാണിക്കണടാ. അല്ലാണ്ട് ഉള്ളിൽ കൊണ്ടുവച്ചിട്ട് അതിന് വാല്യൂ തന്നെ ഇല്ല. ഈ ലോകം പോലും അറിയാത്തൊരു കാര്യമാണത്. അതിന് ഒരു വാല്യൂ ഇല്ല. ഉള്ളിലുണ്ട് നമുക്കിങ്ങനെ പറയാമെന്നല്ലാണ്ട് അതിനോട് എന്ത് കാര്യമുള്ളത്. അടുത്തത് നാഫിൽ എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താ, കാലിയായ പോക്കറ്റും വേദനിക്കുന്ന ഹൃദയവും വിശക്കുന്ന വയറും ജീവിതത്തിൽ നല്ല പാഠങ്ങൾ പഠിപ്പിക്കും. സത്യമാണടാ, കറക്റ്റാ, 100% കറക്റ്റാണ്. എംപ്റ്റി പോക്കറ്റ്, പെയിൻഫുൾ ഹാർട്ട്, എംപ്റ്റി സ്റ്റൊമക്ക്. ലൈഫിലെ ബെസ്റ്റ് ടീച്ചേഴ്സാണ് ഇവരൊക്കെ. കാരണം ആ ഒരു സമയത്ത് നമ്മൾ തിരിച്ചറിയുന്ന കുറേ സത്യങ്ങളുണ്ട്. അതായത് നമ്മളെ പോക്കറ്റ് കാലിയാകുമ്പോൾ നമ്മളെ മനസ്സ് അത്രയും വേദനിക്കുന്ന സമയത്ത്, വിശക്കുന്ന സമയത്ത്, അതായത് കഴിക്കാൻ ഭക്ഷണം വാങ്ങാനുള്ള പൈസ പോലും കയ്യിലില്ലാത്ത സമയത്ത് തകർന്നു പോയ ഹൃദയമായിട്ടിരിക്കുന്ന ഒരാൾ ഈ ജീവിതത്തിൽ പഠിക്കുന്ന ഒരുപാട് വലിയ പാഠങ്ങളുണ്ട്. അവിടുന്നാണടാ പല ആളുകളും ലൈഫ് ബിൽഡ് ചെയ്യുന്നത്. അതെനിക്ക് അത്രയും ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റും. കാരണം ഞാനും ഒരു സമയത്ത് ടു ബി ഓണസ്റ്റ്, ഞാനും അങ്ങനെ ഇരുന്നിട്ടുണ്ട്. എംപ്റ്റി പോക്കറ്റ്, എംപ്റ്റി സ്റ്റൊമക്ക്, എന്താ പറയുക, പെയിൻഫുൾ ഹാർട്ടായിട്ട് ഞാനും ഇരുന്നിട്ടുണ്ട്. ഞാൻ വെറുതെ പറയുന്നതല്ല, എനിക്കിപ്പോൾ വെറുതെ പറയേണ്ട യാതൊരു കാര്യമില്ല. സീരിയസ്ലി ഐ എം സെയിങ് ദാറ്റ് ഞാനത് ഫേസ് ചെയ്തിട്ടുണ്ട്. ഇത് 3 ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. 10 പൈസ കയ്യിലില്ലാത്ത ടൈം, അതായത് പോക്കറ്റ് ഇതിൽ പറയുന്ന എക്സാക്ട് സിറ്റുവേഷൻ, പോക്കറ്റ് കാലി, വയറ് വിശന്നിരിക്കുന്ന സമയത്ത് തകർന്ന മനസ്സുമായിട്ട് ഞാനും ഇരുന്നിട്ടുണ്ട്. സീരിയസ്ലി ആ സമയത്ത് നമുക്ക് കുറേ റിയലൈസേഷൻ കിട്ടും. നമ്മൾ കുറേ റിയാലിറ്റികൾ മനസ്സിലാക്കി അവിടുന്ന് നമ്മൾ കുറച്ച് തീരുമാനങ്ങൾ എടുക്കും. ആ ഒരു ടൈമിൽ നമ്മൾ മനസ്സിലാക്കുന്ന സത്യങ്ങളും അവിടുന്ന് നമ്മൾ തിരിച്ചറിയുന്ന തിരിച്ചറിവുകളും അവിടുന്ന് എടുക്കുന്ന തീരുമാനങ്ങളും ഉണ്ട്. ആ സമയത്തൊക്കെ നമ്മളെ മുന്നിലുണ്ടല്ലോ, നമ്മളെ മുന്നിൽ നടക്കുന്ന ഓരോ ചെറിയ കാര്യങ്ങളിലും വലിയ വലിയ അർത്ഥങ്ങൾ നമ്മൾ കാണും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മളെ ലൈഫിൽ ആ സമയത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഡീപ്പായിട്ടുള്ള മീനിങ് ഉണ്ട്, നമ്മൾ തിരിച്ചറിയും. അതൊന്നും വെറുതെ നടക്കുന്നതല്ല, ഓരോന്നിനും അതിൻ്റെതായ കാരണങ്ങളുണ്ട്, അതും വ്യക്തമായ കാരണങ്ങളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു ടൈം കൂടാണത്. ഇത് ഞാൻ പറയട്ടെ, ഇത് നിങ്ങളിൽ ആരെങ്കിലും ലൈഫിൽ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ തെറ്റാണെന്നോ ഫേക്ക് ആണെന്നോ പറയില്ല. കാരണം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ പറഞ്ഞ സിറ്റുവേഷനിൽ നിങ്ങൾ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. കാരണം ഈ സിറ്റുവേഷൻ ഒരിക്കൽ അനുഭവിച്ച ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് മനസ്സിലാവും ആ സമയത്ത് എന്തൊക്കെ നമുക്ക് മനസ്സിലാവും, എന്തൊക്കെ തോന്നും, എന്തൊക്കെ സംഭവിക്കുന്നൊക്കെ. അതുകൊണ്ട് തന്നെ ഈ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് ഇത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. അടുത്തത് എൻ്റെ വായന ഡയറി എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താൽ, മറ്റുള്ളവരുടെ സ്വകാര്യതയിൽ അഭിപ്രായം പറയാൻ നമ്മൾ ആരുമല്ലല്ലോ, എല്ലാവർക്കും അവരുടേതായ ജീവിതമാണ്. ഞാൻ ഒരു 10 വീഡിയോയെങ്കിലും മിനിമം ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, മറ്റൊരാളുടെ സ്പേസിൽ കയറി അഭിപ്രായം പറയാൻ പോകരുത്. ഓരോരുത്തരും ജീവിക്കുന്നത് ഇൻഡിവിജ്വൽ സ്പേസിലെ ലൈഫാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കണം, ഓരോ ജീവിതവും വെവ്വേറെയാണ്. ഇപ്പം സിബ്ലിങ്സ് പോലും, അതായത് ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്ന 2 മക്കൾ പോലും ജീവിക്കുന്നത് 2 ജീവിതമാണ് അല്ലേ? പാരൻസും മക്കളും ജീവിക്കുന്നത് വെവ്വേറെ ജീവിതങ്ങളാണ്. പാരൻസിൽ തന്നെ അച്ഛൻ ജീവിക്കുന്ന ഒരു ജീവിതമാണ്, അമ്മ. എല്ലാവർക്കും ജീവിതം എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. ഓരോരുത്തരും ജീവിക്കുന്നത് അവരുടേതായ ജീവിതമാണ്.
അതുകൊണ്ട് തന്നെ അതിൽ അഭിപ്രായം പറയാൻ പോകുമ്പോൾ സൂക്ഷിക്കണം. അഭിപ്രായം പറയരുത് എന്നല്ല, അഭിപ്രായം പറയാൻ പോകുമ്പോൾ സൂക്ഷിക്കണം. കാരണം നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന അഭിപ്രായം വെച്ചിട്ട് അവരുടെ ലൈഫിൽ വലിയ വലിയ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് നാളെ ഒരു അബദ്ധത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അതിലൊരു തരത്തിൽ കാരണക്കാർ നമ്മൾ കൂടാണ്. നമ്മൾ പറഞ്ഞ ഒരു അഭിപ്രായത്തിൽ അവരെടുത്തൊരു തീരുമാനം അവരുടെ ജീവിതം തന്നെ താഴോട്ട് കൊണ്ടുപോയാൽ നമ്മളും അതിന് ഉത്തരവാദികളാണ്. അഭിപ്രായം പറയാൻ എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷെ അത് മറ്റൊരാളുടെ ജീവിതത്തിൽ കയറിയിട്ട് അഭിപ്രായം പറയാനല്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ശരി തോന്നുന്ന കാര്യങ്ങളും തെറ്റെന്ന് തോന്നുന്ന കാര്യങ്ങളും നമുക്ക് നിശ്ചയിക്കാം, അല്ലേ? പക്ഷെ അതിൽ കുറേ എന്താ പറയുക, കോമൺ ആയിട്ട് വരുന്ന കുറേ സത്യങ്ങളുണ്ട്, കോമൺ ആയിട്ട് വരുന്ന കുറേ ശരികളുണ്ട്. അതിനപ്പുറത്തോട്ട് മറ്റൊരാളുടെ ലൈഫ് കയറിയിട്ട് നീ ചെയ്തത് അതങ്ങനെയാണ്, അതിങ്ങനെയാണ്, നീ ഇങ്ങനെ ചെയ്യണം, നീ ഇങ്ങനെ ചെയ്താൽ ശരിയാവും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ പറയാൻ പോകുമ്പോഴാണ് ലൈഫ് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയാണ്. കാരണം അവരുടെ ലൈഫിലെ പല ബാധ്യതകളും നമ്മൾ ഏറ്റെടുക്കുകയാണ്. ഒരു അഭിപ്രായം പറയാൻ ഒരാളുടെ ലൈഫിലേക്ക് കയറി ചെല്ലുമ്പോൾ അയാളുടെ പല കാര്യങ്ങളും കേട്ട് പല തീരുമാനങ്ങളും നമ്മൾ പറഞ്ഞ് അങ്ങനെ ഒരു വലിയ ബാധ്യത നമ്മൾ ഏറ്റെടുക്കുകയാണ്. ഇപ്പം എന്നോട് കുറേ ആളുകൾ പേഴ്സണലി മെസ്സേജ് അയച്ച് പല തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അഡ്വൈസുകൾ ചോദിക്കും. അപ്പം ഞാൻ എന്താ ചെയ്യുക, ഞാൻ ആദ്യം തന്നെ അവരോട് പറയും, നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങളുടെ ലൈഫാണ്. ഞാൻ പറയുന്നത് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ തീരുമാനമായിട്ട് എടുക്കരുത്. ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യം, ഞാൻ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് പറയുന്നത്. അത് നിങ്ങൾ ഇപ്പം നിങ്ങളിൽ ആരെങ്കിലും എനിക്ക് മെസ്സേജ് അയച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞൊരു കാര്യം, നിങ്ങൾ പേഴ്സണലി എന്തെങ്കിലും ഒരു കാര്യം എന്നോട് ഷെയർ ചെയ്യുന്ന സമയത്ത് എന്നോട് അഭിപ്രായം ചോദിക്കുന്ന ആളോട് ഞാൻ ഫസ്റ്റ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ പറയുന്നത് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ്. അതായത് എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങളെങ്ങനെ ഇതാക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ എൻ്റെ അഭിപ്രായം, നിങ്ങൾ ഒരിക്കലും ഇതിൻ്റെ ബേസിൽ ഒരു തീരുമാനം എടുക്കരുത്. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ആലോചിക്കുക, എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് വെച്ചിട്ട് വേണം നിങ്ങൾ തീരുമാനം എടുക്കാൻ. ഹാബിൽ എന്ന് പറയുന്ന വ്യക്തി ഒരു കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ ഹാബിലിൻ്റെ ഒരു വീഡിയോ കണ്ട്, ഹാബിൽ പറയുന്ന ഒരു മോട്ടിവേഷൻ വീഡിയോ കണ്ടിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ ഒരു തീരുമാനം എടുത്ത്, അങ്ങനെ പറയുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ ഹാബിൽ പറഞ്ഞ കാര്യങ്ങളിൽ വെച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യം ഇതാണ്, അതുകൊണ്ട് ഞാൻ ഇത് ചെയ്തു, അങ്ങനെ പറയണം. അതല്ലാതെ എന്താ പറയുക, ഹാബിൽ പറഞ്ഞ കാര്യം കേട്ടിട്ട് ഞാൻ ആ ഒരു കാര്യം എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്തു, അങ്ങനെ പറയുന്നത് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ദോഷമാണ്. അതിപ്പോൾ ഈവൻ ഞാനെന്നല്ല, ഹാബിൽ എന്നല്ല, മറ്റേത് ആളായിക്കോട്ടെ, ഈവൻ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് തന്നെ വേണമെന്നില്ല, ലൈക്ക് ഒരു നോർമൽ പേഴ്സൺ ആയിക്കോട്ടെ, ആര് വേണമെങ്കിലും പറയുന്ന ഒരു കാര്യം കേട്ടിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു തീരുമാനം എടുക്കരുത്. അതിനെക്കുറിച്ച് ചിന്തിക്കണം. അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ അതൊരു ബൗണ്ടറിക്ക് അപ്പുറം വരെ കേൾക്കാൻ പറ്റുള്ളൂ. അത് ഉള്ളിലോട്ട് നിങ്ങൾ സ്വയം ആലോചിച്ചിട്ട് വേണം എടുക്കാൻ. ഒരഭിപ്രായം കേട്ട് കഴിഞ്ഞാൽ, ഈവൻ ആരുടെ ആയിക്കോട്ടെ, ഒരഭിപ്രായം കേട്ട് കഴിഞ്ഞാൽ ചിന്തിക്കുക, അത് എൻ്റെ ലൈഫിൽ ആവശ്യമുള്ളൊരു കാര്യമാണോ, അതുപോലെ തന്നെ അത് എൻ്റെ ലൈഫിൽ ഞാൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അവർ പറഞ്ഞതുപോലെയാണോ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന രീതിയിൽ ഞാൻ എങ്ങനെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നൊക്കെ ചിന്തിച്ചിട്ട് വേണം ഒരു തീരുമാനം എടുക്കാൻ. സോ ഒരാളുടെ ലൈഫ് കയറി അഭിപ്രായം പറയാൻ പോകുന്നതിന് മുൻപ് ഒരുപാട് കാര്യങ്ങൾ സൂക്ഷിക്കുക, ഓർമ്മിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ട് ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപും ചിന്തിക്കുക. അടുത്തത് ഗാംബ്ലർ ഓഫ് പോയിട്രീസ് എന്ന് പറയുന്ന ഒരു പേജ് പോസ്റ്റ് ചെയ്താൽ, മനോഹരമായ പല ചിരികൾക്ക് പിന്നിലും ഒരാൾ മനഃപൂർവ്വം മറച്ചു പിടിക്കുന്ന അയാളുടേത് മാത്രമായ ചില വേദനകൾ ഉണ്ടാവാം, അല്ലേ? അതെ, സത്യമാണോ? അതിലേക്ക് നമ്മളിപ്പോൾ പലതരത്തിലുള്ള കോഡ്സ് കാണുന്നുണ്ട്. അതായത് നമ്മൾ പുറത്ത് ചിരിച്ച് നടക്കുന്ന ഒരാൾ ഉള്ളിൽ എപ്പോഴും അതേപോലെ സന്തോഷമായിട്ട് ജീവിക്കുകയാണെന്നൊന്നുമില്ല. കുറേ പ്രശ്നങ്ങളൊക്കെ ഉള്ളിലുണ്ടാവും. ഹൈഡ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു കാര്യം, പല പെയിൻസും ഹൈഡ് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ് ദൈവം തന്ന ഏറ്റവും നല്ലൊരു പുഞ്ചിരി എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ ചിരിക്ക് പുറകിലുള്ള അർത്ഥം കണ്ടുപിടിക്കാൻ ഈ ദുനിയാവിൽ ഒരാൾക്കും പറ്റില്ല. ഒരാളെ ചിരിക്കുന്ന മുഖം കണ്ടിട്ട് അയാൾ ഉള്ളിൽ സത്യം പറഞ്ഞ് ചിരിക്കുകയാണോ, വേദനിക്കുകയാണോ, പ്രയാസപ്പെടുകയാണോ, ബുദ്ധിമുട്ടുകയാണോ, സങ്കടപ്പെടുകയാണോ എന്നൊന്നും ഒരിക്കലും ഒരാൾക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഏത് മെന്റലിസ്റ്റ് ആയിക്കോട്ടെ, ഏത് ഹിപ്നോട്ടിസ്റ്റ് ആയിക്കോട്ടെ, ഒരാൾക്ക് പോലും ചിരിക്കുന്ന ഒരാളുടെ മുഖത്തിന് പിന്നിലുള്ള അവസ്ഥ മനസ്സിലാക്കാൻ കഴിയില്ല. പിന്നെയും അത് ക്യാച്ച് ചെയ്യാൻ പറ്റുക എങ്ങനെ വെച്ചാൽ, നമ്മൾ ഡെയിലി കാണുന്ന, നമുക്ക് അത്രയും കണക്റ്റഡ് ആയ ആളുകളുടെ ചിരിയിൽ വരുന്ന ഡിഫറൻസാണ് നമുക്ക് മനസ്സിലാവുക. ഒരാൾ നോർമലി ചിരിക്കുന്ന ഒരു ചിരിയും ഫേക്ക് ചെയ്ത് വരുത്തുന്ന ഒരു ചിരിയും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ടാവും. അത് കാണുമ്പോഴാണ് അത്രയും അടുത്ത ആളുകൾക്ക് മനസ്സിലാവുക ആ ചിരിക്ക് പുറകിൽ എന്തോ ഉണ്ട്, അത് കള്ളച്ചിരിയാണ്, അത് സത്യമുള്ള ചിരിയല്ല, അത് വേദനിക്കുന്നുണ്ട് ഉള്ളിൽ. അങ്ങനത്തെ ഒരു ചിരി അത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ അത്രയും കണക്റ്റഡ് ആയ ആളുകളാകണം, നമുക്ക് അത്രയും ക്ലോസ് ആയ ആളുകളാണ്, നമുക്ക് അത്രയും പരിചയമുള്ള ഒരു ചിരി. ആ ഒരു ചിരി കാണാതാവുമ്പോഴാണ് പല ആളുകൾക്ക് മനസ്സിലാവുക, അല്ലാതെ ഒരാൾക്കും തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരാളെയും ജഡ്ജ് ചെയ്തടാ. അതായത് ഇപ്പം ദേഷ്യപ്പെടുന്ന
ഒരാളെ കണ്ടിട്ട് അയാൾ കംപ്ലീറ്റ് റൂഡാണ് നമ്മൾ ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പാടില്ല. അയാൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ ചിലപ്പോൾ അങ്ങനെ ആവും. ചിരിക്കുന്ന ഒരാളെ കണ്ടിട്ട് അയാൾ ഫുൾ ടൈം ഹാപ്പിയാണെന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പാടില്ല. സോഷ്യൽ മീഡിയയിൽ കുറേ ആളുകൾ സംഭവിക്കുന്നത്, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു റിയൽ വേൾഡ് ആണ്, റിയൽ വേൾഡ് അല്ല. ഗായ്സ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഇൻഫ്ലുവൻസേഴ്സും കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെയും കണ്ടിട്ട് അതേപോലത്തെ ലൈഫ് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന നൂറുകണക്കിന് ആളുകളുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ളത്, ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിക്കോട്ടെ, ഇവർ കംപ്ലീറ്റ് പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ വെള്ളം തൊടാണ്ട് വിഴുങ്ങരുത്. കാരണം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു റിയൽ വേൾഡ് ആണ് അല്ലേ. അത് കംപ്ലീറ്റ് നമുക്ക് ഫേക്ക് ചെയ്യാൻ പറ്റും. സോഷ്യൽ മീഡിയയിൽ നമ്മൾ എങ്ങനെ നിൽക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്ന ഒരു സ്പേസാണ് സോഷ്യൽ മീഡിയ. നമ്മുടെ ഓഡിയൻസ് നമ്മളെങ്ങനെ കാണണമെന്ന് തീരുമാനിക്കുക നമ്മളാണ്. നമ്മൾ ചിരിക്കുന്ന ഫോട്ടോസ് മാത്രമേ ഇടുന്നുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ ഓഡിയൻസിന് ഒരിക്കലും മനസ്സിലാവില്ല നമ്മുടെ സിറ്റുവേഷൻ എന്താണെന്ന് കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ക്രിയേറ്റേഴ്സ് എല്ലാവരും, ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവരും എന്താ പറയുക, ചെയ്യുന്ന കാര്യങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ആരും ശ്രമിക്കരുത്. എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് അവരുടെയൊക്കെ ലൈഫ്. അതായത് അവരുടെ ഈവൻ ഞാനും ഒരു ക്രിയേറ്ററാണ്, ഞാനും ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. അപ്പം ഇപ്പം ഞാൻ മനസ്സിലാക്കിയത് അനുസരിച്ച് പല കാര്യങ്ങളും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ഫേക്ക് ആണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല, ബട്ട് അതിൽ ഫേക്കും ഉണ്ട്, റിയലും ഉണ്ട്. അപ്പം ഒരു കാര്യം കണ്ട ഉടനെ നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാനും ജഡ്ജ് ചെയ്യാനും പാടില്ല. അതായത് ഞാൻ പറഞ്ഞത് ക്രിയേറ്റേഴ്സും ഇൻഫ്ലുവൻസേഴ്സും കംപ്ലീറ്റ് ഫേക്ക് ആണെന്നോ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് മോശമാണെന്നോ അവർ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കുക അങ്ങനത്തെ ഒന്നല്ല ഞാൻ പറഞ്ഞത്. ഏതൊരു നോർമൽ പേഴ്സണിൻ്റെ കാര്യം എടുത്ത് നോക്കുക. ഒരു സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേറ്റർ ആവേണ്ട, ഇൻഫ്ലുവൻസർ ഒന്നും ആവേണ്ട, ഒരു നോർമൽ പേഴ്സൺ അയാൾ സോഷ്യൽ മീഡിയയിൽ എന്ത് പോസ്റ്റ് ചെയ്യുന്നു എന്ന് അയാൾ തീരുമാനിക്കും. ഇത് കാണുന്ന ഓഡിയൻസിന് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇയാളുടെ സിറ്റുവേഷൻ എന്താണ്. ഈ ഒരു സെയിം കാര്യം തന്നെ, പക്ഷെ ക്രിയേറ്റേഴ്സിൻ്റെയും ഇൻഫ്ലുവൻസേഴ്സിൻ്റെയും വരുന്ന സമയത്ത് അതൊരു വൈഡ് ഓഡിയൻസ് ആകുന്നു എന്ന് മാത്രം. ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ എടുത്തു പറയാൻ മാത്രം ക്രിയേറ്റേഴ്സും ഇൻഫ്ലുവൻസേഴ്സും ഒന്നുമില്ല. അവരുടെ ഇപ്പം നമ്മുടെ കേസിൽ വരുന്ന സമയത്ത് നമുക്കൊരു വൈഡ് ഓഡിയൻസ് വരുന്നുണ്ട്. ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. അല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഏതൊരു മനുഷ്യനും അതിപ്പോൾ ഒരു നോർമൽ എല്ലാവരും നോർമൽ പേഴ്സൺസ് തന്നെ. ഓരോ സെഗ്മെന്റിലോട്ട് മാറുന്ന സമയത്ത് ഓരോരുത്തർ ചെയ്യുന്ന പ്രൊഫഷൻ വെച്ചിട്ടാണ് പേരുകൾ മാറുന്നത്. ഓക്കെ, അടുത്തത് മിസ്റ്റർ വായിനോക്കി എന്ന് പറയുന്ന ഒരു പേജ് പോസ്റ്റ് ചെയ്താൽ, മദ്യം വാങ്ങിത്തരാൻ എല്ലാവരും വരും, ഒരു നേരത്തെ മരുന്ന് വാങ്ങിത്തരാൻ ഒരുത്തനും വരില്ല. ഒന്നൊന്നര റൈറ്റിംഗ് ആണ്. ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്തൊരു കാര്യമുണ്ട്. ഈ ഒരു ഫീൽഡ്, ഈ ആൽക്കഹോള്, ഡ്രഗ്സ്, അതുപോലെ തന്നെ ഈ ഒരു കംപ്ലീറ്റ് ഈവൻ സ്മോക്കിംഗ് അടക്കം ഞാൻ തീരെ സപ്പോർട്ട് ചെയ്യാത്ത, ഞാൻ ഒരിക്കലും എന്താ പറയുക, ഒരു തരത്തിലൊരു പോയിന്റ് ലെവലിൽ പോലും ഒരു പോസിറ്റീവും പറയാത്ത ഒരു ഏരിയ ഉണ്ടെങ്കിൽ അത് ഇതാണ്. ആൽക്കഹോൾ, ഡ്രഗ്സ്, ഈ കാര്യങ്ങളൊക്കെ ഇത് ഞാൻ തന്നെ പറയലുണ്ട്. ഇന്ന് നിങ്ങൾക്ക് വാങ്ങിത്തരുന്ന ആളുകൾ നാളെ നിങ്ങളെ കൂടെ ഉണ്ടാവണം എന്നില്ല. അതുപോലെ തന്നെ ഈ വാങ്ങിത്തരുന്ന ആളുകൾ നാളെ നിങ്ങൾക്ക് മരുന്ന് വാങ്ങിത്തരില്ല, നാളെ നിങ്ങളെ ഹോസ്പിറ്റൽ ചെലവുകൾ എടുക്കൂല. നിങ്ങളുടെ ലൈഫിൽ ഇത് വെച്ചൊരു പ്രശ്നം വന്നാൽ ഈ വാങ്ങി തന്ന ആളുകളൊന്നും നിങ്ങളെ നോക്കാനുണ്ടാവില്ല. ഇത് ഞാൻ പറയുന്ന ഡയലോഗ്സ് ആണ് ആക്ച്വലി ഈ ഒരു റൈറ്റിങ്ങിൽ വന്നത്. ഞാൻ പറയുന്ന എന്താ പറയുക, ഞാൻ പല ആളുകളോട് പറയലുണ്ട്, നിങ്ങൾ എന്താ പറയുക, ഈ സ്മോക്ക് ചെയ്യുന്ന ആളുകളോടൊക്കെ ഞാൻ ഇടയ്ക്ക് പറയുന്നുണ്ട്, നിങ്ങൾ സ്മോക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഈ കൂടുതലുള്ള ആളുകൾക്ക് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട്. നിങ്ങൾ ചെയ്യുന്നത് ഈ ലോകത്തെ ഏറ്റവും വലിയ തെറ്റുകളിൽ ഒന്നാണ്. താല്പര്യമില്ലാത്ത ഒരാൾക്ക് നിങ്ങൾ കൊടുക്കുന്ന ഒരൊറ്റ സിഗരറ്റ് അത് അയാളുടെ ലൈഫ് കംപ്ലീറ്റ് ചിലപ്പോൾ നശിപ്പിച്ചേക്കാം. സോ അറിഞ്ഞുകൊണ്ട് ഒരാളുടെ ലൈഫ് ഇല്ലാണ്ടാക്കാൻ നോക്കരുത്. പിന്നെ നിങ്ങൾ വീണ്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ആരൊക്കെ ഈ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അവരൊന്നും നാളെ നിങ്ങളുടെ ഹോസ്പിറ്റൽ കേസിൽ സപ്പോർട്ട് ചെയ്യാൻ വരണമെന്നില്ല. സ്വയം ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് നല്ലതല്ല, ഇത് ദോഷം ചെയ്യും, ദോഷമാണ് എന്ന് ഇത് വിൽക്കുന്ന ബ്രാൻഡുകൾ വരെ പറയുന്നുണ്ട്. അത്രയും റിസ്ക് ആണെന്ന് അവർ തന്നെ പറയുന്ന ഒരു കാര്യമാണ് ഏറ്റെടുത്ത് എല്ലാവരും ചെയ്യുന്നത്. സോ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്ന് കൂടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കമ്പനി അടിച്ച് നടക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, ഈ ആളുകളൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാവുമോ എന്ന് സ്വയം ഒന്ന് ചോദിച്ചു നോക്കുക. ഒരു ഹോസ്പിറ്റൽ കേസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം വരുമ്പോൾ ആര് സഹിക്കണം ഈ കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്തു വെച്ചതിൻ്റെ റിസൾട്ട്? നിങ്ങൾ മാത്രം സഹിക്കണം. ഒന്ന് ചിന്തിച്ചു നോക്കിക്കോ. അടുത്തത് കിനാവ് എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താ, നിങ്ങളുടെ തമാശ അയാളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ പറഞ്ഞത് തമാശയല്ല.
ശരിയാണ്. തമാശ എന്ന് പറയുന്നതിനൊരു ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറിൻ്റെ അപ്പുറത്തോട്ട് പോകുന്ന സമയത്ത് അത് തമാശയല്ല. ഇതും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും തമാശയല്ല എന്ന് പറയുന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചിലപ്പം ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ ഇടയിൽ നിന്നാവും ഇത് പറയാം. ഈ പേഴ്സണലി ഇരിക്കുന്ന സമയത്ത് പറയുന്നതിനേക്കാൾ കൂടുതൽ ചാൻസ് വരുമ്പോഴാണ് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ ഇടയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മളൊരു ഫണ്ണ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആരെങ്കിലും ഒരാളെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും പറയും. ബാക്കിയുള്ളവർ കംപ്ലീറ്റ് ചിരിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കാം. പക്ഷേ അയാളെ നമ്മൾ ആരെക്കുറിച്ചാണോ അത് പറഞ്ഞത് അയാൾക്കത് തമാശയായിട്ട് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ആ പറഞ്ഞത് തമാശയല്ല. അത് എത്ര ക്ലോസ് ഫ്രണ്ട് സർക്കിൾ ആണെന്ന് പറഞ്ഞാലും എത്ര വലിയ ബോണ്ടാണ് കണക്ഷൻ ആണെന്ന് പറഞ്ഞാലും ആരെക്കുറിച്ചാണോ നമ്മൾ ആ തമാശ അവിടെ പറഞ്ഞത് ആ ആൾക്കതൊരു തമാശയായി തോന്നിയിട്ടില്ലെങ്കിൽ നമ്മൾ ആ പറഞ്ഞത് ഒരിക്കലും തമാശയല്ല. അത് നമ്മളയാളെ വേദനിപ്പിക്കുകയാണ് ചെയ്ത്. അതിൻ്റെ വേദന മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നാളെ ആ സ്ഥാനത്ത് നമ്മൾ നിൽക്കണം. അടിപൊളി റൈറ്റിംഗ് ആണത്. അടുത്തത് വൈസർ നോട്ട്സ് എന്ന് പറയുന്ന ഒരു പേജ് പോസ്റ്റ് ചെയ്താ. ഇഫ് യു ഫീൽ പെയിൻ യു ആർ അലൈവ്. ഇഫ് യു ഫീൽ അതർ പീപ്പിൾസ് പെയിൻ യു ആർ എ ഹ്യൂമൻ ബീയിങ്. ഉണ്ടോ കേട്ടോ, ശരിയല്ലേ? നമുക്ക് വേദന തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ജീവനോടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്നുണ്ട്, യു ആർ അലൈവ്. പക്ഷെ നമുക്ക് മറ്റൊരാളുടെ വേദന മനസ്സിലാകുന്നുണ്ടെങ്കിൽ അവിടെ നമ്മളൊരു മനുഷ്യനായി മാറുകയാണ്. എമ്പത്തി, മറ്റൊരാളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ കഴിയുന്നത് എല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യമല്ല, അല്ലെങ്കിൽ എല്ലാവർക്കും കിട്ടുന്നൊരു അനുഗ്രഹമല്ല. നമുക്ക് ചുറ്റുള്ള ആളുകളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക, അവരുടെ വേദനകൾ മനസ്സിലാക്കുക, അങ്ങനെയുള്ള ആളുകൾ ഭയങ്കര റയറാണ്. പക്ഷെ അവർ റിയൽ ഹ്യൂമൻ ബീങ്സ് ആണ്. കറക്റ്റാണ് കേട്ടോ. അടുത്തെന്താ, ട്രൂ ക്വാഡ് 05 എന്ന് പറയുന്ന ഒരു പേജ് പോസ്റ്റ് ചെയ്താ. ഫൈനലി ഇറ്റ്സ് ഓൾ അബൌട്ട് പ്രയോറിറ്റി. ഇഫ് പ്രയോറിറ്റി ഇല്ലെങ്കിൽ എന്ത് ചെയ്താലും വില കാണില്ല. സത്യം തന്നെ. പ്രയോറിറ്റി ഇല്ലെങ്കിൽ നമ്മൾ എത്രയൊക്കെ എന്തൊക്കെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. അതൊക്കെ അവരുടെ മനസ്സിലൂടെ കടന്നു പോലും ചെയ്യില്ല. അവർ കണ്ട് ലൈക്ക് ബ്ലിങ്കിങ് ഐസ്, ആ ഒരു നമ്മൾ കണ്ണടയ്ക്കുന്ന ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ മിന്നി മറിഞ്ഞു പോകും പ്രയോറിറ്റി ഇല്ലെങ്കിൽ. ബട്ട് ഇഫ് വി ആർ ദെയർ പ്രയോറിറ്റി, നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും അവരുടെ ലൈഫിൽ വലിയ വലിയ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കും. ഈവൻ ഇറ്റ്സ് പോസിറ്റീവ് ഓർ ഇറ്റ്സ് നെഗറ്റീവ്, എന്താണെങ്കിലും സത്യമാണ്, വളരെ വലിയ സത്യമാണ്. പ്രയോറിറ്റി ഉള്ളിടത്ത് കാര്യമുണ്ട്. പ്രയോറിറ്റി ഇല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്ത് വെച്ചിട്ട് കോഹിനൂർ ഡയമണ്ട് ഉണ്ടല്ലോ, ഈ ലോകത്ത് ഏറ്റവും വില കൂടിയ ഡയമണ്ട്, അത് കൊണ്ടു കൊടുത്താലും നമുക്ക് പ്രയോറിറ്റി ഇല്ലെങ്കിൽ വലിയ കാര്യമൊന്നും ഉണ്ടല്ല. കാരണം അവർക്ക് അതിനെ വാല്യൂ ഉണ്ടാവും, ആ കോഹിനൂർ ഡയമണ്ടിന് വാല്യൂ ഉണ്ടാവും. ചിലപ്പോൾ നമ്മളാണ് കൊണ്ടു കൊടുത്തല്ലെങ്കിൽ നമ്മളാണ് ഇതിനോട് എഫേർട്ട് എടുത്ത്, ഇതിനൊന്നും വലിയ വാല്യൂ ഉണ്ടാവില്ല. അടുത്തത് ഫിനാൻ 93 എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താ. കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന മൂവിയിലെ ഡയലോഗ് വെച്ചിട്ടാണ്. പക്ഷെ ഇതിന് കോപ്പിറൈറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഈ വോയിസ് കട്ട് ചെയ്യും. നിങ്ങൾക്ക് ഈ വോയിസ് ചിലപ്പോൾ കേൾക്കണം എന്നില്ല. ഇതിൽ കിങ് ഓഫ് കൊത്ത എന്ന മൂവിയിൽ പറയുന്നൊരു ഡയലോഗ് ഉണ്ടല്ലോ, പഴയ കാലം തന്നെ മതിയായിരുന്നടാ, ഒരു ടെൻഷനും ഇല്ല, അടിച്ചു പൊളിച്ച് നടക്കായിരുന്നു. ആ ഒരു ഡയലോഗാണ് ആക്ച്വലി ഈ ഒരു വീഡിയോൻ്റെ വോയിസ് ആയിട്ടുള്ളത്. പക്ഷെ കോപ്പിറൈറ്റ് വന്നാൽ മേ ബി എനിക്കത് എറേസ് ചെയ്യേണ്ടി വരും. പക്ഷെ ഇതിലുള്ളൊരു ഡയലോഗ് ഞാൻ വായിക്കാം. ദോസ് ഗോൾഡൻ ഡേയ്സ്, നോ ടെൻഷൻ, നോ മൊബൈൽ, നോ ഓവർ തിങ്കിങ്. കറക്റ്റ് അല്ലടാ. ആ ഒരു പ്രായം നോക്ക്, നമ്മുടെ ലൈഫിൽ റിയൽ ഗോൾഡൻ ഡേയ്സ് ആണ്. നമുക്കൊരു നമ്മൾ ആകെയുള്ള സമയത്ത് ടെൻഷൻ എന്താ, നാളെ ഹോംവർക്ക് ചെയ്യാനുണ്ടോ, അത് ചെയ്തിട്ടില്ലെങ്കിൽ പഠിച്ചോ മിസ് പൊക്കുവോ, ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ടെൻഷന്. ആ റിയൽ ഗോൾഡൻ ഡേയ്സാണ് നമുക്ക് പോയത്. അത് ആ സമയത്ത് പറഞ്ഞാൽ മൊബൈൽ എന്നൊക്കെ പറഞ്ഞാൽ ആർക്കും വേണ്ട മൊബൈലൊന്നും. വീട്ടിലുണ്ടെങ്കിലും നമ്മളൊന്നും അതിന്മേൽ അഡിക്റ്റഡോ അല്ലെങ്കിൽ അത് വെച്ചിട്ട് ഒരു ലൈഫ് ഒന്നും നമുക്കില്ല. ഓവർ തിങ്കിങ് ചെയ്യാൻ പ്രശ്നങ്ങളില്ല, സ്ട്രെസ് ഇല്ല, ഡിപ്രഷൻ ഇല്ല, ആങ്സൈറ്റി ഇല്ല. ഇതൊന്നും അന്നത്തെ സമയത്ത് എടാ സ്കൂൾ കാലഘട്ടം, നമ്മളെ ചൈൽഡ്ഹുഡ് ഡേയ്സ് ആണ് നമ്മളെ ലൈഫിൽ ദ റിയൽ ബ്യൂട്ടിഫുൾ ഡേയ്സ്, ദ റിയൽ ഗോൾഡൻ ഡേയ്സ്. ഏതൊരു പ്രായത്തിൽ എത്തിക്കഴിഞ്ഞാലും ഒരു മനുഷ്യന് ഒരു ദിവസത്തിൽ ഒരു നേരമെങ്കിലും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു സെക്കൻഡിലെങ്കിലും. അയാളെ ലൈഫ് കംപ്ലീറ്റ് എടുത്തു നോക്കിയാൽ ഓരോ പ്രായത്തിലും അയാൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകും പഴയ കാലം തന്നെ മതിയായിരുന്നു. അത്രക്ക് നല്ല ലൈഫാണടാ.
ടെൻഷനുകളോ മൊബൈൽ സ്ട്രെസ്സ്, ഈ ഡിപ്രഷൻ, അത് ഇത് പറഞ്ഞ ഒരു തേങ്ങില്ലാത്തൊരു ടൈം. നമ്മളൊക്കെ അറിഞ്ഞ് ജീവിച്ച സമയം. നഷ്ടങ്ങൾ അതൊക്കെ വലിയ നഷ്ടങ്ങൾ തന്നെ. അടുത്തെന്താ, കിസ്മത്ത് ഒഫീഷ്യൽ എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താ, നമ്മൾ ഒരാളെ സത്യസന്ധമായി സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ എന്തൊക്കെ അപരാധങ്ങൾ നമ്മളോട് കാണിച്ചാലും അയാളോടുള്ള സ്നേഹം പൂർണ്ണമായും ഇല്ലാതാകില്ല. അതിൽ ഞാനിപ്പോൾ കൂടുതലൊന്നും പറയാനില്ലല്ലേ, അതിലെ കംപ്ലീറ്റ് കാര്യങ്ങൾ ആ റൈറ്റിങ്ങിൽ തന്നെ ഉണ്ട്. ശരിയല്ലേ? നമ്മളൊരാൾ അത്രയും ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ നമ്മളോട് എന്തൊക്കെ ചെയ്താലും അയാൾ നമ്മളെ അത്രക്ക് ചതിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയൂല. അതായത് നമ്മളിപ്പോൾ അയാൾ നമ്മളെ ചതിച്ചെന്ന് വിചാരിക്കാം, നമുക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്ത രീതിയിൽ ചതിച്ചെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മൾ വളരെ 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 പെയിൻഫുൾ ഒരു സിറ്റുവേഷൻ ആവും ആ സമയത്ത്. എന്നിട്ട് ആ ഒരു ആളെ നമ്മളെ ലൈഫിൽ നിന്ന് ഗുഡ് ബൈ പറഞ്ഞ് ഒഴിവാക്കിയെന്ന് വിചാരിക്കാം. പക്ഷെ എങ്കിൽ പോലും നമ്മളെ മനസ്സിൽ എവിടെയെങ്കിലും അയാളോടുള്ള ആ ഒരു നമ്മളെ ഭാഗത്തു നിന്നല്ല ഒരു തെറ്റ് സംഭവിച്ചതെങ്കിൽ നമ്മുടെ ഉള്ളിലുണ്ടാവൂടാ ആ ഒരു ഇഷ്ടം. അത് ആർക്കാരുണ്ടാവുക, അത്രയും ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് ചെയ്ത ഒരാൾക്ക് അത്ര പെട്ടെന്നൊന്നും ആ സ്നേഹം ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ പതുക്കെ അക്സെപ്റ്റ് ചെയ്യാൻ മൂവ് ഓൺ ചെയ്യാൻ തന്നെ ഉള്ളൂ. പക്ഷെ കംപ്ലീറ്റ് പൂർണ്ണമായൊക്കെ മാറിയോന്ന് വെച്ചാൽ പല ആളുകളുടെ കയ്യിൽ ഉത്തരം ഉണ്ടാവും. ഭയങ്കര ഒരു സത്യാട്ടോ. ഓക്കെ, യെസ് ഗൈസ്, അതായിരുന്നു നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നമ്പർ 25. സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന, സിൽവർ ജൂബിലി പറയാൻ പറ്റൂല ശരിക്കും, കാരണം അത് 25ാമത്തെ ആനിവേഴ്സറിയിൽ പറയുന്ന കാര്യം. ഒത്തിരി ഫണ്ടിന് പറഞ്ഞോ. അപ്പോൾ 25ാമത്തെ എപ്പിസോഡിലെ ഫൈനൽ കോട്ട് നമ്മളത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട കോട്ട് ഏതാണ്, അതിൻ്റെ ടൈമോ അല്ലെങ്കിൽ ആ ഒരു പേജിൻ്റെ പേര് നിങ്ങൾ കോമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ആൻഡ് സ്ഥിരമായിട്ട് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചുള്ള കോട്ടുകൾ നിങ്ങൾ കോമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക, റൈറ്റിങ്സ് അറിയിക്കുക. പിന്നെ ആർക്കും എന്നോട് ദേഷ്യം തോന്നരുത്, കോമൻസിലെ കോട്ട്സ് വെച്ചിട്ട് ചെയ്യാത്തതിന് ഡെഫിനറ്റ്ലി നമ്മൾ ചെയ്യും. ഞാൻ പറയില്ല, എനിക്ക് ഈ കാര്യങ്ങളൊന്ന് ലിസ്റ്റ് ചെയ്യാനുള്ള കുറച്ച് ടൈം കിട്ടണം. ഡെഫിനറ്റ്ലി എന്തായാലും നമ്മൾ ഈ ആഴ്ച ചെയ്തിരിക്കും. ദാറ്റ്സ് മൈ വേർഡ്. പാർട്സ് ലൈക്ക് പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് ചെയ്യുക. പാർട്ട് 1 എങ്കിലും നമ്മൾ ഈ വീക്കിൽ, കംപ്ലീറ്റ് പാർട്ട് ഈ വീക്കിൽ ചെയ്യുന്ന ഞാൻ പറയുന്നില്ല, ബട്ട് പാർട്ട് 1 എങ്കിലും നമ്മൾ ഈ വീക്കിൽ ചെയ്തിരിക്കും. അത് എൻ്റെ വാക്കാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, എപ്പിസോഡ് നമ്പർ 26 കാണാം. കീപ് സപ്പോർട്ടിങ്. നമുക്ക് ഇതുവരെ തന്ന പോലത്തെ എല്ലാ സപ്പോർട്ടും ഇതുവരെ കീപ് സപ്പോർട്ടിങ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.